തെക്ക് പിടിക്കുമോ BJP? സുജയ. പിടിക്കാനാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പിടിക്കാതെ തിരിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആവർത്തിച്ച് ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തെക്കു പിടിക്കും എന്ന് പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നത് അവർ പലതവണ സൂചിപ്പിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ അങ്ങനെയും അത്രയും ഒരു കോൺഫിഡൻസോട് കൂടി രണ്ട് നേതാക്കൾ, അതും എല്ലാ ചാണക്യതന്ത്രങ്ങളും അറിയാവുന്ന രണ്ട് നേതാക്കൾ അങ്ങനെ പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, തെക്ക് പിടിക്കുക എന്നുള്ളതിനേക്കാൾ ഞാൻ കരുതുന്നത് ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത്, അതിലേക്ക് ഇന്ത്യ മുഴുവൻ പിടിക്കാൻ പോകുന്നു, ഭാരതം മുഴുവൻ പിടിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് സ്ട്രാറ്റജി. അതിലേക്കുള്ള കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നാലാം ഘട്ടം വോട്ടെടുപ്പ് പൂർത്തിയായി കഴിയുമ്പോൾ തന്നെ ബൂത്ത് തിരിച്ചുള്ള കണക്കുകളടക്കം അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായി ഓരോ ഘട്ടത്തിലും എത്ര സീറ്റ് കിട്ടുമെന്ന് അക്കൗണ്ട് ചെയ്ത് പറയാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ ഒരു മെക്കാനിസം ഉള്ള ഒരു പാർട്ടിയാണ് BJP. അതോടൊപ്പം തന്നെ NDA. സമാനമായ ഒരു മെക്കാനിസം ഇന്ത്യ ബ്ലോക്കിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യ ബ്ലോക്കിലെ കക്ഷികൾ തമ്മിൽ ഓരോ പാർട്ടിയും ചേർന്ന് സമാഹരിക്കാൻ പോകുന്ന വോട്ട് എത്രയായിരിക്കും ഓരോ മണ്ഡലത്തിലും എന്ന് നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചു. അഖിലേഷ് യാദവിന്റെ മണ്ഡലത്തിൽ അത് പറയാൻ കഴിയും. കാരണം അത് പ്രെഡിക്റ്റബിൾ ആണ്. സമാജ്വാദി പാർട്ടിയുടെ എഡ്ജ് എത്രയാണ്, എത്രമാത്രം അവർക്ക് വോട്ടുണ്ട് എന്ന് അവർക്ക് കൃത്യമായി അറിയാം. പക്ഷേ മറ്റ് മണ്ഡലങ്ങളിൽ അതല്ല അവസ്ഥ. ഈ 96 മണ്ഡലങ്ങളിലെയും കണക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ പരസ്പരം മത്സരിച്ച ആളുകളുണ്ട്. അപ്പോൾ വിഭജിച്ചു പോയ വോട്ടുകൾ ഇവർ ഒന്നിച്ചു നിൽക്കുമ്പോൾ ആ ഒരു വ്യക്തിയിലേക്ക്, ആ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് പൂൾ ചെയ്യാനായി വോട്ടർമാർ കൂടി തയ്യാറാകണം. അതിനുള്ള മെക്കാനിസം ഇന്ത്യ ബ്ലോക്ക് എത്രത്തോളം ആവിഷ്കരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പറയുമ്പോൾ പോയി അതുപോലെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ പോയി വോട്ട് ചെയ്യാനായി അത്രയും കാലം തങ്ങളുടെ പാർട്ടിയുടെ എതിർഭാഗത്ത് നിന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പോയി ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ പോയി വോട്ട് ചെയ്യാൻ തയ്യാറാകുമോ എന്ന ചോദ്യം വളരെ റെലവൻ്റ് ആണ് എന്നത് ഞാൻ കരുതുന്നു. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അഡ്വാൻറ്റേജ് ആയി മാറാൻ പോകുന്ന കാര്യം. ഈ 2019 നടത്തിയതുപോലെയുള്ള ഒരു തരംഗമൊന്നും വേണ്ട. ആ തരംഗത്തിന് പകരം ഈ അനുകൂലമായുള്ള ഘടകങ്ങൾ അവിടെ വളരെ കൃത്യമായി കിടക്കുന്നുണ്ട്. അതായത് ഒരു വലിയ രീതിയിലുള്ള പ്രചാരണത്തിലേക്ക് പോകാതെ തന്നെ ജയിക്കാൻ കഴിയുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഈ നാലാം ഘട്ടം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാലാം ഘട്ടത്തിൽ 96 സീറ്റുകളിൽ NDA 75 സീറ്റ് നേടാനുള്ള സാധ്യതയാണ് അവരുടെ പ്രൊജക്ഷൻ. ആഫ്റ്റർ പോളിംഗ് ആണ് ഞാൻ പറയുന്നത്. 96ൽ 75 സീറ്റ് NDA, BJP ഒറ്റയ്ക്ക് 96ൽ 56 സീറ്റ് വരെ നേടാനുള്ള സാധ്യതയാണ് അവർ കൃത്യമായി കണക്ക് കൂട്ടിയിരിക്കുന്നത്. അത് ആന്ധ്രാപ്രദേശിൽ BJPക്ക് 3 സീറ്റ് കിട്ടുമെന്നുള്ളതാണ് അവരുടെ ഫൈനൽ കാൽക്കുലേഷൻ. 25ൽ 19 സീറ്റ് വരെ അത് NDA ആയി കൺവേർട്ട് ചെയ്യപ്പെടാൻ പോവുകയാണ്. അത്രയും സീറ്റുകൾ എന്നുള്ള കൃത്യമായി ആന്ധ്രാപ്രദേശാണ് അവർ തെരഞ്ഞെടുപ്പിൽ തെക്കേ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിളവെടുക്കാൻ പോകുന്ന സംസ്ഥാനം എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അത് ഈ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ജൂൺ 4-ാം തീയതി ബോധ്യമാകുന്ന കാര്യവുമാണ്. തെലങ്കാനയിൽ 17ൽ 12 വരെ NDAയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഉത്തർപ്രദേശിൽ ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടന്ന 13 സീറ്റുകൾ, അതിൽ 12 എണ്ണവും BJPക്കുള്ളതാണ്. ഒരു സീറ്റിൽ മാത്രമായിരിക്കും, അതായത് അഖിലേഷ് യാദവ് മാത്രമായിരിക്കും ഈ ഘട്ടത്തിൽ ജയിക്കാൻ പോവുക എന്നുള്ളതാണ് എനിക്ക് പ്രദേശത്തെ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ വരുന്ന മാധ്യമ റിപ്പോർട്ടുകളായാലും അതുപോലെ തന്നെ നേതാക്കളുടെ പ്രതികരണങ്ങളായാലും ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഇതാണ്. 13ൽ 12. ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര എടുത്താൽ മഹാരാഷ്ട്രയിൽ 11ൽ 9 സീറ്റുകളും അതിൽ BJP തന്നെ 6 സീറ്റ് നേടുമെന്നുള്ളതാണ് അവരുടെ ഈ പോളിംഗ് പൂർത്തിയായതിനു ശേഷമുള്ള കാൽക്കുലേഷനിൽ വരുന്നത്. പശ്ചിമ ബംഗാളിലാണ് മറ്റൊരു നേട്ടം കൂടുതലായി, അതായത് കഴിഞ്ഞ തവണ നേടിയ 18ൽ നിന്നും 12 സീറ്റ് കൂടി അധികമായി നേടാൻ പോകുന്നത് പശ്ചിമ ബംഗാളിലാണ്. അത് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന 8 സീറ്റുകളിൽ 5 എണ്ണത്തിലും BJP വിജയിക്കാൻ പോകുന്നു. മധ്യപ്രദേശിൽ പിന്നെ ക്ലീൻ സ്വീപ്പാണ്. അതിനകത്ത് പിന്നെ നമ്മൾ കൂടുതൽ ചർച്ചയുടെ ആവശ്യമേ ഇല്ല. മധ്യപ്രദേശ്. ബീഹാറിലും വലിയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നു. 5ൽ 4 സീറ്റുകൾ, അതായത് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെയുള്ള നേട്ടം തന്നെ ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നു. ജാർഖണ്ഡിലും ക്ലീൻ സ്വീപ്പാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് 4 സീറ്റുകളാണ്, അതിൽ 4 നേടാൻ പോകുന്നു. ഇനി തെക്കേക്ക് വന്നു കഴിഞ്ഞാൽ തെക്കിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങിയത് എപ്പോഴാണ്? ഈ വർഷം കൃത്യമായി നരേന്ദ്രമോദിയുടെ സന്ദർശനങ്ങൾ നമ്മൾ എടുത്തു നോക്കൂ. ആകെയുള്ള 543 ലോക്സഭാ സീറ്റുകളിൽ 4-1 വരുള്ളൂ ഇങ്ങോട്ടുള്ള തെക്കേ ഇന്ത്യയിലെ മുഴുവൻ സീറ്റുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഈ 8 ആഴ്ചക്കിടയിൽ 10 തവണയാണ് തമിഴ്നാട്ടിൽ വന്നത്. മുഴുവൻ സൗത്ത് ഇന്ത്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം 2024 മാത്രം ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടം വരെ 20 തവണ നരേന്ദ്രമോദി വന്നു കഴിഞ്ഞു. അപ്പോൾ കൃത്യമായ ഒരു പ്ലാൻ ഇല്ലാതെ ഈ തെക്കേ ഇന്ത്യയിലേക്ക് ഫോക്കസ് ചെയ്യില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം GDP കൂടിയാണ്. ഈ 2024 ശേഷമുള്ള ഇന്ത്യയുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ MP-മാർ ഉണ്ടായേ തീരൂ എന്നുള്ള ഒരു കൃത്യമായ തീരുമാനമുണ്ട്. 2019 കിട്ടിയതിനെക്കുറിച്ച് പറഞ്ഞു. 130ൽ 29 സീറ്റുകൾ മാത്രമാണ്. അതിൽ കർണാടകത്തിൽ 25 പ്ലസ് ഒരാൾ സ്വതന്ത്രയായി BJP പിന്തുണയോടുകൂടി വിജയിച്ച സുമലത. അങ്ങനെ നോക്കുമ്പോൾ 30. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് മാറ്റം വരാൻ പോവുക എന്നുള്ളതിന് കർണാടകത്തിൽ നേരത്തെ കണ്ട പാറ്റേൺ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ ആയിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസിന്, DK ശിവകുമാറിന് ഒക്കെ വലിയ സാധ്യത കൽപ്പിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ ചിന്തിപ്പിച്ച ഘടകമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും കർണാടകയിൽ ഒരേ പാറ്റേൺ അല്ല പിന്തുടരുന്നത് എന്നുള്ളത് കഴിഞ്ഞ
തെരഞ്ഞെടുപ്പുകളുടെ ഒക്കെ സ്ഥിതി വെച്ച് നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. 224 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് ഇപ്പോൾ 42% വോട്ട് ഷെയർ ഉണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അത് കിട്ടാൻ പോകുന്നില്ല എന്നത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല പ്രജ്വൽ രേവണ്ണ വിവാദമൊക്കെ ആഞ്ഞടിക്കേണ്ട ഭാഗത്ത് വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷമാണ് ആ വിഷയം സജീവ ചർച്ചയാകുന്നത് എന്ന ഫാക്ടർ നമ്മൾ കാണാതെ പോകരുത്. മറുഭാഗത്തുള്ള 14 സീറ്റുകളിലാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. അവിടെയൊന്നും ഈ വിഷയമൊന്നും ചർച്ചയായിട്ടേ ഇല്ല. നമ്മൾ കേരളത്തിലിരുന്ന മലയാളി മാധ്യമ പ്രവർത്തകർ ഇരുന്ന് ചർച്ച ചെയ്യുന്നതല്ലാതെ കർണാടകത്തിൽ അതൊന്നും ചർച്ചയായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. പിന്നെ 4 സംസ്ഥാനങ്ങളാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ ഒരു ടാർഗറ്റ്. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്. അത് 109 സീറ്റുകൾ വരും. അതിൽ നിന്നാണ് 29 കിട്ടിയത്. ബാക്കി നമ്മൾ കേരളം ഇതുവരെ കിട്ടിയിട്ടുമില്ല. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, ആ 109ൽ 29ൽ നിന്ന് ഇക്കുറി എത്ര കൂടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ 2 സംസ്ഥാനങ്ങൾ, അതിൽ അമിത്ഷാ പറയുന്ന കണക്ക് എങ്ങനെയാണ് ഈ 400-ലധികം കിട്ടുക എന്നാണ് ഈ അഭിമുഖങ്ങളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നത്. കാരണം നിങ്ങളും പറഞ്ഞതുപോലെ ഈ 400 എന്ന് പറയുന്നത് ഒരിക്കലും കിട്ടാനേ പോകുന്നില്ല എന്നാണ് സ്മൃതി മാഡം പറഞ്ഞത്. അപ്പോൾ അത് എന്തായാലും നമുക്ക് ജൂൺ 4-ാം തീയതി നോക്കിയേ നമുക്കും പറയാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഇവിടെ ഇരുന്ന് അതേക്കുറിച്ച് വിധി എഴുതാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അതിന് ഒന്നും പറയുന്നില്ല. അപ്പോൾ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. 2 സീറ്റുകൾ വരെ കേരളത്തിൽ കിട്ടുമെന്നാണ് അവരുടെയൊക്കെ ഒരു ആത്മവിശ്വാസം. ആന്ധ്രാപ്രദേശിൽ 18 സീറ്റും തെലങ്കാനയിൽ 10 മുതൽ 12 സീറ്റുകൾ വരെയും എന്നുള്ള കൃത്യമായ ഒരു കാൽക്കുലേഷൻ ഇതിനകം തന്നെ അവർ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ത് തന്നെ ആയാലും അവിടെ കൃത്യമായി നരേന്ദ്രമോദി എന്ന ഫിഗർ, അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ സന്ദർശനങ്ങൾ, ഒപ്പം അവിടെ നടത്തിയിരിക്കുന്ന പല ചെറുകക്ഷികളുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ, അതെല്ലാം അവിടെ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി സീറ്റായി മാറാനുള്ള ഒരു സാധ്യത അവിടെ തുറന്നിട്ടിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ഇനി എന്തായിരുന്നു പ്രചാരണത്തിൽ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെജ്രിവാൾ പറഞ്ഞ 75 വയസ്സ്, അത് കെജ്രിവാൾ വന്ന് ആദ്യം തന്നെ എടുത്തിടുന്നത് ആരായിരിക്കും ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് മറുചോദ്യമായിട്ടാണ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയിലെ ആരും ഇതുവരെ ചിന്തിക്കാത്ത അല്ലെങ്കിൽ പറയാത്ത ഒരു കാര്യം എടുത്തിട്ടുകൊണ്ട് ഒരു ഫ്രഷ് നറേറ്റീവാണ്. ശരിക്കും കെജ്രിവാൾ വന്നപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിപക്ഷ സ്വരം ശക്തമായി കേട്ടു തുടങ്ങിയത് എന്ന് വേണം കരുതാൻ. കാരണം ഇത്രയും ആദ്യ 3 ഘട്ടങ്ങളിലും കെജ്രിവാൾ പ്രചാരണ രംഗത്തില്ലാതിരുന്ന ആദ്യ 3 ഘട്ടങ്ങളിലും സ്ട്രോങ് ആയി ഇത്രയും കടന്നാക്രമിക്കുന്ന തരത്തിൽ നേതാക്കളൊന്നും വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 75 വയസ്സാകില്ലേ സെപ്റ്റംബർ 17 ആകുമ്പോൾ, അപ്പോൾ പിന്നെ നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാ? അതെന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് അറ്റാക്കാണ്. ആ ഒരു ഡയറക്റ്റ് അറ്റാക്കിന് ഇതുവരെ ആരും ഡെയർ ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കെജ്രിവാൾ ആ ഡെയർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഡെയറിനുള്ള മറുപടി ഇവർ തിരിച്ചു കൊടുക്കുന്നതും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ആൻസറാണ്. അതായത് കെജ്രിവാളിനറിയാം നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന് പൊസിഷൻ കിട്ടില്ല. അപ്പോൾ ഭരണത്തിൽ വരുന്നത് ആരാ? NDA. അത് കെജ്രിവാളിന് പോലും ഷുവറാണ് എന്ന ഒരു കൗണ്ടർ നറേറ്റീവ് കൃത്യമായി പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ രാജ്നാഥ് സിംഗ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് എല്ലാവർക്കും കഴിയുന്നുണ്ട്. അതായത് കെജ്രിവാൾ കൃത്യമായ ഒരു അമ്പ് എയ്ത് വിട്ടു, പക്ഷേ അതിനേക്കാൾ വലുത് തിരിച്ചിങ്ങോട്ട് എയ്തുകൊണ്ട് ആ പ്രതിരോധത്തിൻ്റെ മുനയൊടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നരേന്ദ്രമോദി 75 വയസ്സാകുമ്പോൾ പാർട്ടി ചുമതലകളിൽ നിന്ന് പിന്മാറുമെന്നോ അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് മാറുമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. മാത്രമല്ല ഞാൻ കരുതുന്നില്ല പാർട്ടിയുടെ ഭരണഘടനയിലോ അല്ലെങ്കിൽ പാർട്ടിയുടേതായിട്ടുള്ള രേഖകളിലോ എവിടെയെങ്കിലും ഈ 75 വയസ്സ്, അത് മറ്റ് നേതാക്കൾ മാറി നിന്നു എന്നതല്ലാതെ നിങ്ങൾ മാറിയിരിക്കണം. അതായത് ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി വരുന്നു, 3-ാം വട്ടവും പ്രധാനമന്ത്രിയാകുന്നു. അപ്പോൾ നരേന്ദ്രമോദി മാറേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു എതിർ സ്വരം, അതായത് കെജ്രിവാൾ ഇപ്പുറത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം 75 വയസ്സായല്ലോ, നിങ്ങൾ അദ്വാനിയെ മാറ്റിയില്ലേ, നിങ്ങൾ ഇന്നയാളെ മാറ്റിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം എന്നല്ലാതെ അത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ലേ. ആ പാർട്ടിയുടെ മുതിർന്ന ആളുകൾക്ക് ഇരുന്ന് തീരുമാനിക്കാവുന്ന ഒരു കാര്യമായി അവർക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അതായിരിക്കും സംഭവിക്കാൻ പോവുക എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ നരേന്ദ്രമോദി 3-ാം ടേം പൂർത്തിയാക്കാതെ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എന്തായാലും നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്നുള്ളത് കെജ്രിവാളിന് മനസ്സിലായി. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റ് നേതാക്കളെക്കാളും വളരെ കൃത്യമായി ഡെയർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ഡെയറിലൂടെ കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞു വെക്കുകയും ചെയ്യാണ് കെജ്രിവാൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സീറ്റിൻ്റെ കണക്കുകൾ പറഞ്ഞല്ലോ, എത്ര സീറ്റ് കിട്ടും ഓരോ ഘട്ടവും കഴിയുമ്പോൾ. അതായത് ആദ്യ 3 ഘട്ടം കഴിയുമ്പോൾ 283 സീറ്റുകളിലെ വോട്ടെടുപ്പാണ് പൂർത്തിയായത്. ഇപ്പോൾ 96 കൂടി ചേർക്കുകയാണെങ്കിൽ 379 സീറ്റുകളിൽ ജനം വിധി എഴുതി കഴിഞ്ഞു. അപ്പോൾ അതിൽ തന്നെ എത്ര കിട്ടുമെന്നാണ് അവർ പറയുന്നത്? ഈ ആദ്യ 3 ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ നിയറിംഗ് 190. അപ്പോൾ ഇത്തവണത്തെ ഇപ്പോൾ നടക്കുന്ന 4-ാം ഘട്ടത്തിൽ 75 ആണ് പറയുന്നത്. അപ്പോൾ തന്നെ ഏകദേശം പകുതി ഭൂരിപക്ഷം കഴിഞ്ഞു. അതെ, കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള 3 ഘട്ടങ്ങൾ അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. മാഡം പറഞ്ഞതുപോലെ അല്ല. അടുത്ത 3 ഘട്ടം എന്ന് പറയുന്നത് BJPക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതാണ് എന്ന് പറയുന്നിടത്താണ് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത
ചെയ്ത് കളയരുത്. കാരണം 400+ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയും കൃത്യമായ മെക്കാനിസവും ഒക്കെ ഉറപ്പാക്കിക്കൊണ്ട് ഓരോ ഇടങ്ങളിലും നമ്മൾ ഈ പുറമേ കാണുന്ന പ്രചാരണം മാത്രമല്ല, താഴെത്തട്ടിൽ വളരെ കൃത്യമായി തന്നെ ആളുകളിലേക്ക് എത്താൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് വിനയത്തോടെ പറയാനുള്ളത്. ഇതിൽ നേരത്തെ Meet the editors.